നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുണ്ട് വളരെ മോശമായ പരാമർശങ്ങൾ പല നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുകയാണ് UDF നേതാവ്. കായംകുളം UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദം ചക്കാലശ്ശേരിയുടെ പരാമർശമാണ് വലിയ വിവാദമായിരിക്കുന്നത്. കായംകുളത്ത് ഇന്നലെ നടന്ന കൺവെൻഷനിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദിന്റെ വ്യക്തി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും ഉണ്ടായത്. ശരീരത്തിന്റെ അഴക് വിൽപ്പനയ്ക്ക് വെച്ചാണ് പ്രതിഭ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതായിരുന്നു ആ വിവാദ പരാമർശം. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്നതാണ് പ്രതിഭ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലെന്നല്ല, ഒരു കാലത്തും ഒരു സ്ത്രീക്കുമെതിരെ പറഞ്ഞുകൂടാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഒരു കൺവെൻഷനിൽ ഒരു നേതാവ് നടത്തുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഏത് തരം മനോനിലയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിൽ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് യു പ്രതിഭ MLA എന്ന് പറയുന്നു. വാക്ചാതുര്യം കൊണ്ടും ശരീര അഴകുകൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് പ്രതിഭ എന്നാണ് കുറ്റപ്പെടുത്തുന്നത്. UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദാണ് ഈ പരാമർശം നടത്തുന്നത്. കായംകുളത്ത് UDF കൺവെൻഷനിലായിരുന്നു ഈ സ്ത്രീവിരുദ്ധ പരാമർശം. അപ്പോൾ നമുക്ക് ആ പരാമർശം ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അവർ പറഞ്ഞത് വ്യക്തി ജീവിതത്തിൽ വളരെ സംശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ CPM-ന്റെ പ്രചരണമാണ് എന്ന് മാത്രമല്ല അപാര വ്യക്തിത്വമുള്ള ആളാണ്, പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകളെ തേജോവധം ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കുറിച്ച് നമ്മൾ കൂടുതലായി ഒന്നും തന്നെ പറയാൻ അറിയില്ല. അവരാരാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സ്വന്തം ജീവിതം, അവരുടെ സ്വകാര്യ ജീവിതം, അവരുടെ കുടുംബ ജീവിതം, അതിന്റെ പശ്ചാത്തലമൊക്കെ അത്രമാത്രം ഉള്ള ഒരാളിനെ കുറിച്ച് പോലും നമ്മളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമാണ് വേദിയിൽ പ്രസംഗിക്കാറുള്ളത്. വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ യു പ്രതിഭ MLA ആയിരുന്നപ്പോൾ ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷമായി ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. വാക്ചാതുര്യയും ശരീരത്തിന്റെ അഴകും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന വളരെ ഗുരുതരമായ സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന പരാമർശമാണ് ഈ വ്യക്തി ഇർഷാദ് നടത്തിയതെന്നാണ് യു പ്രതിഭ തന്നെ എന്നോട് പ്രതികരിച്ചത്. ജനപ്രതിനിധിയായാണ് മത്സര രംഗത്തേക്ക് താൻ ഇറങ്ങുന്നത് എന്ന് പ്രതിഭ പറയുന്നു. പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്നും യു പ്രതിഭ അറിയിച്ചു. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഉയർത്തിക്കാണിക്കുന്ന പ്രസ്ഥാനത്തിലെ നേതാവിൽ നിന്നാണ് ഇത്തരമൊരു പരാമർശം ഉണ്ടായത്. പരാമർശം വ്യക്തിഹത്യയുടെ അങ്ങേയറ്റമാണ് എന്നും യു പ്രതിഭ കൂട്ടിച്ചേർത്തു. ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം പിന്നീട് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്നെയാണ് യു പ്രതിഭ ഇക്കാര്യത്തിൽ എന്താണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വിശദീകരിച്ചത്. ആ വാർത്താ സമ്മേളനത്തിനെത്തുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് യു പ്രതിഭ സംസാരിച്ചത്. ഒരു സ്ത്രീയും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നേരിടേണ്ടി വരാത്ത അല്ലെങ്കിൽ നേരിട്ടുകൂടാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്തായാലും നമുക്ക് ആ വാർത്താ സമ്മേളനം കൂടി ഒന്ന് കാണാം. രാഷ്ട്രീയത്തിലെ സ്ത്രീകളോടുള്ള സമീപനം എന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്കിലാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇതാണ് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണ ഒരു സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളെ രംഗത്ത് നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ പ്രഗത്ഭരായിട്ടുള്ള 3 മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിലുണ്ടായിരുന്നു. 3 മന്ത്രിമാർ വനിതകളായിരുന്നു. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ. പരമാവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പരാമർശവും അതിനേക്കാൾ ഉപരിയായിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ മനോഭാവവും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് ഓരോരുത്തരെയും ഈ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്, സ്ത്രീകളെയൊക്കെ. അവിടെ അവരെ അങ്ങേയറ്റം നീചമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലാസ്റ്റ് പറയുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല എന്ന തരത്തിലേക്ക് കൂടി കടുത്ത രീതിയിലാണ് വ്യക്തിഹത്യ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ
തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ്. ഒരു തരത്തിലും ഒരാളെയും വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല ഇത്. ഇത് വലിയ സംഘടിത ശക്തിയാണ് ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. വലിയ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് ഇടതുപക്ഷത്തിൽ. അപ്പോൾ ആ ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി വഴി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും ഒപ്പം സ്ത്രീകളെ മൊത്തമാണ് കേട്ടോ, ഇതിൽ എന്നെ മാത്രമൊന്നുമല്ല, സ്ത്രീകളെ മൊത്തമാണ് UDFന്റെ കൺവീനർ അപമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ സ്ത്രീകളെയുമാണ് UDFന്റെ കൺവീനർ അപമാനിച്ചത് എന്നതാണ് പ്രതിഭ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സ്ത്രീക്കും ഇങ്ങനെ നേരിടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടി അവർ പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF ക്യാമ്പ് വലിയ രീതിയിൽ വാർത്തയാക്കിയത്, ചർച്ചയാക്കിയതൊക്കെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളായിരുന്നു. അദ്ദേഹം G. സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തരം പരാമർശം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വലിയ രീതിയിൽ അത് ആയുധമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു പൊതുയോഗത്തിൽ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞതും വലിയ രീതിയിൽ ചർച്ചയാക്കി. ഇതുപോലെ മത്സര രംഗത്തിറങ്ങുന്ന സ്ത്രീകളെ പൊതുവേദിയിൽ ഒരു സമ്മേളനത്തിൽ ഈ രീതിയിൽ അസഭ്യവർഷം നടത്തുന്ന, സ്ത്രീ വിരുദ്ധമായി സംസാരിക്കുന്ന നേതാക്കൾ, അവർ അത് പറയുന്നു, അവരെ തിരുത്താൻ ആരുമില്ല, ആ വേദിയിൽ ആരും തന്നെ അതിനെതിരെ ഒരു ശബ്ദമുയർത്തുന്നില്ല. ഈ രീതിയിലൊക്കെ മത്സര രംഗത്തുള്ള സ്ത്രീകളെ നേരിടാനുള്ള ട്രെയിനിങ് ആണോ ഇവർക്കൊക്കെ കിട്ടുന്നത്? ഇങ്ങനെയുള്ളവരെ തിരുത്താതെയാണോ മറ്റുള്ളവരെ തിരുത്താൻ നടക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. എന്തായാലും വലിയ രീതിയിലുള്ള മനോവിഷമം ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു പരാമർശം കേട്ടപ്പോൾ എന്നതൊക്കെയാണ് ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് പറയേണ്ടി വരുന്നത്. പരാമർശത്തിൽ പിന്നീട് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഇർഷാദ് ചാലിശ്ശേരി തന്നെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരിക കൂടി ചെയ്തു. പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, ചർച്ചയാക്കി കഴിഞ്ഞ്, എല്ലാവരിലേക്കും എത്തിച്ചു കഴിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് കാര്യം എന്നതാണ് പ്രതിഭ തന്നെ ചോദിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം കായംകുളത്ത് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം നടന്ന കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചതായി ചില സോഷ്യൽ മീഡിയകളിലും ചില വിഷ്വലിലുമൊക്കെ വന്ന ഒരു പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസംഗം, എൻ്റെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ടുള്ള ഒരാളിനും അത്തരത്തിലൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയും. കാരണം ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീകളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലം കഴിഞ്ഞ 45 വർഷക്കാലം, 4.5 പതിറ്റാണ്ട് കാലം ഞാൻ പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കാനോ സ്ത്രീകളെ മോശപ്പെടുത്താനോ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികളോ പരിപാടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന്, എന്നെ അറിയാവുന്ന മുഴുവൻ ആൾക്കും അറിയാവുന്ന. അതുകൊണ്ട് ആ പരാമർശം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയേണ്ടുന്ന കാര്യമുണ്ടോ ഇത്തരമൊരു മോശം പരാമർശം നടത്തിയതിനു ശേഷം? എന്തായാലും പ്രതിഭയ്ക്കെതിരെയുള്ള ഇർഷാദിന്റെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച കായംകുളത്തെ UDF സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തി. M. ലിജു തന്നെ രംഗത്തെത്തി. ജനാധിപത്യത്തിനും സാമാന്യ മര്യാദയ്ക്കും വിരുദ്ധമായി UDF നേതാക്കളോ പ്രവർത്തകരോ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ല എന്നതാണ് ലിജു പറഞ്ഞത്. ഇർഷാദിന്റെ പരാമർശത്തെ അപലപിക്കുന്നു എന്ന് ലിജു പറഞ്ഞു. MM മണിയുടെയും മുൻ പരാമർശങ്ങളും പിണറായി വിജയന്റെ ചെറ്റത്തരം എന്ന പ്രയോഗത്തെയും ന്യായീകരിച്ചവരാണ് CPMകാർ എന്ന ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് M. ലിജു പറഞ്ഞത്. ആ ദൃശ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് ലൈവ് ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിരുന്നു. തിരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന എൻ്റെ കാഴ്ചപ്പാട് അതൊരിക്കലും വ്യക്തിയധിഷ്ഠിതമല്ല. വ്യക്തിപരമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ നടത്തേണ്ട ഒന്നല്ല തിരഞ്ഞെടുപ്പ് വേദികളും പ്രസംഗങ്ങളും. എനിക്ക് ആ ഒരു പ്രസംഗത്തിൽ ഇവിടുത്തെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി UDF നേതാവിൻ്റെ പരാമർശങ്ങൾ ഒട്ടും ശരിയായി തോന്നിയില്ല. അതൊരു തെറ്റായ പരാമർശമാണ്. ഒരർത്ഥത്തിലും ബോഡി ഷെയ്മിങ്ങോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയധിഷ്ഠിത പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും M. ലിജുവോ UDFോ അംഗീകരിക്കില്ല. ഞാനതിനെ ശക്തമായ അത്തരമൊരു പരാമർശം, അദ്ദേഹം വ്യക്തിപരമായി നല്ല ആളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ സംഭവിച്ചാവാം. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും ഒരു 0.1% പോലും അത്തരമൊരു പരാമർശത്തെ ഞങ്ങൾ ന്യായീകരിക്കില്ല. ശക്തമായി ഞാൻ ആ ഒരു പരാമർശത്തെ അപലപിക്കുന്നു.
ആ ഒരു പരാമർശത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അതുകൊണ്ട് അത്തരം പരാമർശങ്ങളെ അത് UDF ഒരു പ്രവർത്തകൻ, അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകരുടെ ഏത് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് വേണ്ടി അത് പരാമർശം ശരിയായില്ല. ഞാൻ അതിനുവേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നു, മൊത്തം സംവിധാനത്തിനു വേണ്ടി. എന്തായാലും നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം എത്രമാത്രം കുറവാണ് എന്നത്. സ്ത്രീകൾക്ക് അവകാശപ്പെട്ട തുല്യ അവകാശം അത് സീറ്റുകളുടെ കാര്യത്തിൽ വേണമെങ്കിൽ അതുപോലും നിഷേധിക്കപ്പെടുകയാണ് കാലാകാലങ്ങളായി. 33% സംവരണം പറഞ്ഞിട്ട് അതിൻ്റെ 7 അയലത്ത് പോലും ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും സ്ത്രീകളുടെ പേര് എത്തുന്നില്ല. അപ്പോൾ സ്ത്രീകളെ ഇവിടെ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള മത്സര രംഗത്തുള്ള പൊതുരംഗത്തുള്ള സ്ത്രീകളെ ഈ രീതിയിൽ സ്ത്രീ വിരുദ്ധമായി ഓരോ കാര്യങ്ങൾ പറയുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം നിലപാടുകൾ ആരുടെ ഭാഗത്തു നിന്നുമുണ്ടായാലും അതിനെ രാഷ്ട്രീയം നോക്കാതെ എതിർക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു വേദിയിലോ ഒരു ഇടത്തോ ഇത്തരം ഒരു പരാമർശം നടത്താൻ നാവ് പൊങ്ങരുത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ ഖേദപ്രകടനം നടത്തിയിരിക്കുകയാണ്. ഇത് എല്ലാവർക്കുമുള്ള ഒരു പാഠമാകേണ്ടതാണ്. സ്ത്രീകളെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന സ്ത്രീകളെ നേരിടാൻ അവരെ എന്തും പറയാമെന്ന് വരുന്നത് കൃത്യമായ നിയമ നടപടികൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.